നമസ്കാരം. കുറെ നാളുകളായി കണ്ടത്. ഏതാണ്ട് 40 ദിവസത്തോളം വരുന്ന ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീം വീണ്ടും മൈതാനത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ക്രിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കണ്ണ് നട്ട് കാത്തിരുന്നു, കാണാനില്ലായിരുന്നു. അങ്ങനെ ഒരു 10-40 ദിവസം വരെ പിന്നീട് റെസ്റ്റ് ആയിരുന്നു, ഇടവേളയായിരുന്നു. അതിനുശേഷം ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനുമായിട്ടുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇറങ്ങി. ഇനി അങ്ങോട്ട് ഒരു റെസ്റ്റ് ഇല്ലാത്ത കളികളാണ് ഇന്ത്യക്കുള്ളത്. മനസ്സിലായോ? ഇന്ന് ചെന്നൈയിൽ വെച്ചായിരുന്നു മാച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സർ ജഡേജയും നമ്മുടെ അണ്ണൻ നമ്മുടെ അശ്വിൻ അണ്ണനും കൂടി ചേർന്ന് ബംഗ്ലാദേശിനെ അടിച്ചൊതുക്കിയെന്ന് തന്നെ പറയാം. മുൻനിര ബാറ്റ്സ്മാൻമാരായ അല്ലെങ്കിൽ കൊടികൊട്ടിയ ബാറ്റ്സ്മാൻമാരായ രോഹിത് ശർമ്മ ആകട്ടെ, വിരാട് കോഹ്ലി ആകട്ടെ, രാഹുൽ ആകട്ടെ, നമ്മുടെ പ്രിൻസ് ആരാണ്, നമ്മുടെ ശുഭം ഗിൽ ആകട്ടെ, എല്ലാവരും ബാറ്റ് വെച്ച് കീഴടങ്ങി നാണം കെട്ട് പോയ അവസ്ഥയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്, അല്ലെ? അതായത് 34-ൽ 3 ആയിരുന്നു. അതിൽ നിന്ന് നേരെ 144 വരെ പോയി 6 വിക്കറ്റ് പോയി. ഈ 6 വിക്കറ്റ് 144 6-ൽ നിന്ന് 339 റൺസ് വരെ അടിച്ചെടുത്തു ആര്? ഈ പറയുന്ന ജഡേജയും ഈ പറയുന്ന നമ്മുടെ അണ്ണൻ, നമ്മുടെ പുതിയ അണ്ണൻ ആര്, അശ്വിൻ അണ്ണനും കൂടി ചേർന്ന് അടിച്ചെടുത്തത് 339 റൺസ്. അന്ന് വിക്കറ്റ് ഒന്നും പോയിട്ടില്ല. ഈ വട്ടം സ്റ്റംപ് എടുക്കുമ്പോൾ ഇന്നത്തെ കളിയിൽ 330, അതായത് ഇന്ത്യ ഏതാണ്ട് 200-നകത്ത് ഒതുങ്ങും എന്ന് തോന്നിച്ച കളികളായിരുന്നു. രോഹിത് ശർമ്മ ഫസ്റ്റ് പറയുന്ന എന്താ ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഫാസ്റ്റ് ബോളർക്ക് ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ അവരുടെ ഹസൻ മെഹമൂദ് 4 വിക്കറ്റ് എടുത്തു. അവന്റെ പിന്നീട് ബൗളിങ്ങിന് മുമ്പിൽ ഇന്ത്യയിലെ കൊടികൊട്ടിയ ബാറ്റ്സ്മാരെല്ലാം ബാറ്റ് വെച്ച് കീഴടങ്ങി. സാഷ്ടാംഗ പ്രണാമിച്ചങ്ങ് പോയി. അതിപ്പോ രോഹിത് ശർമ്മ ആയിക്കോട്ടെ, നമ്മുടെ ഹിറ്റ്മാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിരാട് കോഹ്ലി, ക്ലാസിക് പ്ലെയർ വിരാട് കോഹ്ലി ആവട്ടെ, നമ്മുടെ പ്രിൻസ്, നാളത്തെ പ്രിൻസ് എന്നറിയപ്പെടുന്ന ആരാണ്, ഈ പറഞ്ഞ ശുഭം ഗിൽ ആയിക്കോട്ടെ, സർ പിന്നീട് ഈ സാർ എന്നൊക്കെ ഇടയ്ക്ക് ചിലവരൊക്കെ വിളിക്കുന്ന നമ്മുടെ KL രാഹുലോട്ട്, എല്ലാവരും ഇത് നാണം കെടുത്തിപ്പോയി. ബംഗ്ലാദേശിന് ടോസ് കിട്ടി. ബംഗ്ലാദേശ് ഈ പറഞ്ഞ പാകിസ്ഥാനെ 2-0 തോപ്പിച്ച് അവിടെ അടിച്ച് റെഡിയാക്കി വന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് എവിടെ ഇന്ത്യയിലേക്ക് വന്നത്. അപ്പൊ ഇന്ത്യ ഇങ്ങനെ തന്നെയാണ്, പാകിസ്ഥാനെ പോലെ ഇന്ത്യ ഇതുപോലെ തന്നെയാണ് അടിച്ച് തോപ്പിക്കാം എന്നുള്ള ടോസ് കിട്ടിയിട്ട് ഇവർ എന്ത് ചെയ്തു, അവന്മാർ അഹങ്കാരം നോക്കണം. ടോസ് കിട്ടിയിട്ട് ഇവന്മാർ ബൗളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യൻ പിച്ചുകളിൽ ടെസ്റ്റ് കളി നടക്കുമ്പോൾ ആർക്ക് ടോസ് കിട്ടില്ല, അവർ ബാറ്റിംഗ് ആണ് തെരഞ്ഞെടുക്കുന്നത്. കാരണം അവസാന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ സ്പിന്നിനെ നല്ല രീതിയിൽ തുണയ്ക്കുന്ന പിച്ചുകളായി മാറും. അപ്പൊ അത്രയും അഹങ്കാരം, അതായത് പാകിസ്ഥാനെ തോപ്പിച്ചിട്ടുള്ള അഹങ്കാരം, ആത്മവിശ്വാസം എല്ലാം ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ത്യ എന്ന് വിചാരിച്ചാണ് ഇവർ ചെയ്ത് തുടക്കമേ എന്ത് ചെയ്തു, ബൗളിംഗ് തെരഞ്ഞെടുക്കുന്നു, ഇന്ത്യ ബാറ്റിംഗിന് അയക്കുന്നു. അത് അവരുടെ തീരുമാനം ശരിവെക്കുന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ, കൊടികൊട്ടിയ ബാറ്റ്സ്മാൻമാർ. ഒന്നിനു പുറകെ ഒന്നായിട്ട് എല്ലാവരും നാണം കെടുത്തി പോയപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു, 10-200 റൺസിനകത്ത് വെച്ച്, ചില സന്ദർഭങ്ങളിൽ 150 റൺസിനകത്ത് വെച്ച് ഇന്ത്യ മൊത്തം ആൾ ഔട്ട് ആവുമെന്ന് കരുതി. അവിടെ നിന്ന് എന്ത് ചെയ്തു, സർ ജഡേജയും നമ്മുടെ അണ്ണൻ അശ്വിനും കൂടി ചേർന്ന് ഇമാതിരി ആടി എന്ന് വെച്ചാൽ ക്ലാസ്. ഈ പറയുന്ന ആരാണ്, നമ്മുടെ ഈ അശ്വിന്റെ, രവിചന്ദ്ര അശ്വിന്റെ ബാറ്റിംഗ് കാണുമ്പോൾ എനിക്ക് പലപ്പോഴായിട്ട് ഈ നമ്മുടെ ലക്ഷ്മണൻ, VVS ലക്ഷ്മണനെ ഓർമ്മ. VVS ലക്ഷ്മണത്തിന് അതേ പൊക്കവും നിന്നുകൊണ്ടുള്ള ആ ഒരു പിന്നെ സ്ട്രൈറ്റ് ഡ്രൈവും ഈ പറയുന്ന എന്താണ് കവർ ഡ്രൈവും ഫ്ലിക്കും അതൊക്കെ കാണുമ്പോൾ പലപ്പോഴും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് VVS ലക്ഷ്മണനാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നി എനിക്ക് പറയാം. പക്ഷെ ക്ലാസ് ആയിരുന്നു കേട്ടോ അവന്റെ ആ ബാറ്റിൽ കിട്ടുമ്പോൾ ആ ഒരു സൗണ്ടില്ലേ. അപ്പം ഈ പറയുന്ന അശ്വിനും ജഡേജയും വന്നപ്പോൾ പിച്ച് ഇത്രയും ഈസി ആയിരുന്നു എന്ന് തോന്നിപ്പോകും. അതുവരെ ഈ പറയുന്ന വരുന്നവരെല്ലാവരും എന്ത് ചെയ്തു, വന്ന് തുഴഞ്ഞ് എന്ത് ചെയ്തു, വിക്കറ്റ് തുലയ്ക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇന്ന് രവിചന്ദ്ര അശ്വിൻ പറഞ്ഞ 102 റൺസാണ് അടിച്ചത്. 112 ബോളിൽ നിന്ന് 102 റൺസ്. സ്ട്രൈക്ക് റേറ്റ് 91. ടെസ്റ്റ് ആണെന്ന് ആലോചിക്കണം. സ്ട്രൈക്ക് റേറ്റ് 91. 112 ബോളിൽ നിന്ന് 102 റൺസാണ് അടിച്ച് സെഞ്ചുറി അടിച്ച് ആയം വിലസുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും അവിടെ കൈയടിച്ചു. കാരണം വേറെ ജോലി ഒന്നുമില്ല. രാവിലെ വരുന്നു 10-15 ബോൾ കളിക്കുന്നു, നേരെ വേറെ ഗാലറിയിൽ പോയിരുന്നു ഇങ്ങനെ കണ്ടുകൊണ്ട് മറ്റേ ഇത് പറഞ്ഞുകൊണ്ട് തമാശയും പറഞ്ഞുകൊണ്ട് കൈയടിക്കാൻ മാത്രമേ അവർക്ക് വേറെ പണിയൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ സർ ജഡേജ ആണെങ്കിൽ 117 ബോളിൽ നിന്ന് 86 റൺസ് അടിച്ചു. അവന്റെ സ്ട്രൈക്ക് റേറ്റ് 73 ആയിരുന്നു. പക്ഷെ ഇതിൽ എടുത്തു പറയണം യശസ്വി ജയ്സ്വാൾ. ഈ മുൻനിര ബാറ്റ്സ്മാരൊക്കെ ഈ പറയുന്ന തുടക്കമെല്ലാം തുടക്കം പിച്ച് കുറച്ച് പ്രശ്നമാണെന്ന് അവർ പറയുന്നുണ്ട്, അല്ലെ? പിച്ചിൽ കുറച്ച് മൂവ്മെന്റ് ഉണ്ടായിരുന്നു പറയുന്നുണ്ടെങ്കിലും അവിടെ ഓപ്പണറായിട്ടൊന്ന് മറ്റൊരു കക്ഷിയുണ്ട്, യശസ്വി ജയ്സ്വാൾ. എന്നും നമ്മൾ ടെസ്റ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇന്ത്യയുടെ മാനം കാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എപ്പോഴും അടിച്ചു കളിക്കും. അവന്റെ ബാറ്റിലൊക്കെ ഈ ബോൾ വന്ന് കൊള്ളുമ്പോൾ ബാറ്റിംഗ് പിച്ചാണ് നമുക്ക് തോന്നിപ്പോകും. ആ രീതിയിലുള്ള പ്രകടനമായിരുന്നു യശസ്വി ജയ്സ്വാൾ കാഴ്ചവെച്ചത്. അവിടെ പിച്ചിന് കുറച്ച് ബൗൺസും കുറച്ച് പിന്നീട് പേസർമാരൊക്കെ സഹായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവാൻ കുറച്ച് എന്ത് ചെയ്തു, പണ്ടത്തെ പോലെ ആയിരുന്നില്ല, എല്ലാ ടെസ്റ്റുകളും പോലെ ആയിരുന്നില്ല ജയ്സ്വാൾ ഇന്ന് ബാറ്റ് വെച്ചത്. കുറച്ച് മന്ദഗതിയിലായിരുന്നു ജയ്സ്വാളിന്റെ ബാറ്റിംഗ്. എങ്കിലും 118 ബോൾ പിന്നീട് നേരിട്ട് കൊണ്ട് 56 റൺസ് അടിച്ചു ആദ്യം ജയ്സ്വാൾ.
ജയ്സ്വാൾ 56 റൺസ്. പക്ഷേ 50 കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയ്സ്വാൾ അങ്ങനെ പെട്ടെന്ന് ഔട്ട് ആവുന്നതല്ല. പക്ഷേ ഈ വട്ടം എന്താ പറയാ, നല്ലൊരു ബോളായിരുന്നു. നെഞ്ചിന്റെ പൊക്കത്തിൽ കയറി വന്നു, അത് ജയ്സ്വാൾ ഔട്ടായി പോയി. 47 സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ള മറ്റാരുമല്ല, ഇതിന്റെ ഇടയിൽ വന്നിട്ട് നമ്മുടെ ആരാണ്, നമ്മുടെ ഋഷഭ് പന്ത് വന്ന് ഏതാണ്ട് 39 റൺസ് അടിച്ചു. 52 ബോളിൽ 39 റൺസ് അടിച്ചു. പക്ഷേ ഋഷഭ് പന്തിന്റെ ഔട്ട് പറഞ്ഞാൽ അനാവശ്യമായ ഷോട്ടായിരുന്നു. ചുമ്മാ ആവശ്യമില്ലാത്ത ഒരു കൊച്ചുകൂട്ടം ഇത്രയും മനോഹരമായി കളിച്ചു കൊണ്ടിട്ട് അവസാനം വളരെ ചീപ്പായിട്ട്, അല്ലാതെ വളരെ ദയനീയമായിട്ട് പിന്നീട് ഒരു ലൂസ് ഷോട്ട് അടിച്ച് ഔട്ടായി എന്നാണ് പറയേണ്ടതായിട്ട് വരിക. അപ്പോ സ്കോർ എങ്ങനെ അടിച്ച സ്കോറുകൾ നോക്കി കഴിഞ്ഞാൽ ജയ്സ്വാൾ 56 റൺസ് അടിച്ചിട്ട് രോഹിത് ശർമ്മ 1-2 അപ്പീലുകളൊക്കെ അതിജീവിച്ച് വന്ന് അവസാനം 6 റൺസ്. രോഹിത് ശർമ്മ ആയിക്കോട്ടെ, വിരാട് കോഹ്ലി ആകട്ടെ, എല്ലാം 6 റൺസിനാണ് ഔട്ടായത്. രോഹിത് ശർമ്മ 6 റൺസ്, വിരാട് കോഹ്ലി 6, പിന്നീട് എന്താണ് നമ്മുടെ രാഹുൽ 16 റൺസ്. ഈ എല്ലാരും 6 വെച്ചിട്ട് അങ്ങനെ ഔട്ടായി പോകുന്നു. ശുഭ്മാൻ ഗിൽ വന്നു, എന്ത് ചെയ്തു, ഡക്കാണ് ഔട്ടായത്. ശുഭ്മാൻ ഗിൽ നാളത്തെ പ്രിൻസ് എന്നൊക്കെ വാനോളം പുകഴ്ത്തിയ, വാനോളം പറഞ്ഞു നടന്ന ശുഭ്മാൻ ഗില്ലിന്റെ നിഴല് മാത്രമായിരുന്നു കുറച്ച് കാലങ്ങളായി നമ്മൾ കാണുന്നത്. ശുഭ്മാൻ ഗിൽ തുടക്കകാലങ്ങളിൽ വന്ന സമയത്തൊക്കെ ശുഭ്മാൻ ഗില്ലിന്റെ സെഞ്ചുറിയുടെ പുറത്ത് സെഞ്ചുറിയായിട്ട് അടിച്ചുകൊണ്ടിരുന്ന വിരാട് കോഹ്ലിയെക്കാട്ടെ മുന്നിൽ ആ വിരാട് കോഹ്ലിയുടെ ഒക്കെ ഈ പറയുന്ന റെക്കോർഡുകളൊക്കെ തകർക്കാൻ കെൽപ്പുള്ള ഒരു ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് അത് ശുഭ്മാൻ ഗില്ലാണ്. നാളത്തെ പ്രിൻസ് ആണെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മൊത്തം വാഴ്ത്തിപ്പാടിയ ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നു ശുഭ്മാൻ ഗിൽ. ആ ശുഭ്മാൻ ഗില്ലിന്റെ നിഴല് മാത്രമാണ് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടു തുടങ്ങുന്നത്. ഒരു 5, 8, 10 കളി കളിക്കുമ്പോൾ 1, 2 കളി ഫോം ആവുന്നു എന്നുള്ളതല്ല, ബാക്കിയൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ശുഭ്മാൻ ഗിൽ എന്ത് ചെയ്തു, ഡക്കായി പോയി. പിന്നെ വന്നിട്ട് വിരാട് കോഹ്ലി വെറും 6 ബോൾ റൺസ് നേരിട്ട് കൊണ്ട് 6 റൺസ് എടുത്തുകൊണ്ട് വിരാട് കോഹ്ലി വളരെ ലൂസായിട്ടുള്ള ഷോട്ടാണ്. ചുമ്മാ ഗീസിൽ നിന്നുകൊണ്ട് ചുമ്മാ ഇങ്ങനെ തുഴഞ്ഞുള്ള ഒരു ഷോട്ടിൽ വളരെ പുവർ ഷോട്ട് സെലക്ഷനിൽ നിന്നാണ്, ടെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കണം, ഔട്ടായി പോയത്. പിന്നെ വന്നത് ഋഷഭ് പന്ത് നല്ല രീതിയിൽ കളിച്ചു, അവനും ഔട്ടായത് എന്താണ് ഈ പറഞ്ഞതുപോലെ പിന്നെ ലൂസ് ഷോട്ട് തന്നെയായിരുന്നു. വളരെ ദയനീയമായിട്ടുള്ള ഷോട്ട് അടിച്ചു. കാരണം ഫുൾപർപ്പോ ഒന്നുമില്ല, നിന്ന നിൽപ്പിൽ വന്ന് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഈ പറഞ്ഞ പിന്നെ ഋഷഭ് പന്ത് ഔട്ട്. അതിനുശേഷം കെ എൽ രാഹുൽ വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളിക്കാരനാണ് ഒരു കാരണം. പക്ഷെ ഭയങ്കര ഡിഫൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യും, അതൊന്നും 52 ബോൾ നേരിട്ട് 16 റൺസ് മാത്രം എടുത്തുകൊണ്ട് അതും ഈ പറയുന്ന ഫ്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് നിന്ന് അവന്റെ കയ്യിലോട്ട് തന്നെ അടിച്ചു വിട്ടു കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഏതാണ്ട് 144 റൺസിൽ 6 വിക്കറ്റ് പോയിരുന്നു. അവിടെ നിന്നാണ് ജഡേജയും അശ്വിനും, നമ്മുടെ അണ്ണൻ അശ്വിനും സർ ജഡേജയും ഒത്തുകൂടുന്നത്. അവിടെ നിന്ന് അശ്വിനും ജഡേജ പതക്കത്തിലും മെല്ലെ പോക്കായിരുന്നെങ്കിൽ അശ്വിൻ വന്ന സമയം തൊട്ട് തന്നെ അശ്വിൻ അടിച്ചാണ് കളിച്ചത്. ഓരോ ഷോട്ടും കിടിലം അങ്ങനെ ചെപ്പക്കിട്ട് കൊടുക്കും, ടക്കേ എന്നുള്ള അടിയായിരുന്നു. അത് നിന്നുകൊണ്ടുള്ള പുള്ളായിക്കോട്ടെ, ഓഫ് സൈഡ് ഡ്രൈവ് ആയിക്കോട്ടെ, ഈ പറയുന്ന ലെഗ് സൈഡിലുള്ള ഫ്ലിക്ക് ആയിക്കോട്ടെ, എല്ലാം വളരെ മനോഹരമായിട്ട് ഒരു ചാൻസ് പോലും, ഒരു അപ്പീലിന് പോലും അവസരം കൊടുക്കാതെ ഈ പറയുന്ന ആരാണ് നമ്മുടെ രവിചന്ദ്ര അശ്വിൻ സൂപ്പറായിട്ട് കളിക്കുക മാത്രമല്ല ഈ പറയുന്ന ബംഗ്ലാദേശികളെ നാണം കെടുത്തി. ബംഗ്ലാദേശികൾ ഈ പറയുന്ന പാകിസ്ഥാനെ 2-0 തോപ്പിച്ച് വന്ന ആ ഒരു അഹങ്കാരത്തോടെ വന്ന് ഇന്ത്യയിലൂടെ അങ്ങനെ നടത്താം, ഇന്ത്യയും ഇതുപോലെ ഒതുക്കാം എന്ന് പറഞ്ഞ അവരുടെയൊക്കെ ചിന്തകളും അവരുടെയൊക്കെ ആഗ്രഹങ്ങളിലേക്ക് പുറത്തേക്ക് വെള്ളം കോരി വീഴുന്ന അതിമനോഹരമായ ക്ലാസ് പിന്നെ ഈ പറയുന്ന ബാറ്റിംഗ് ആയിരുന്നു ഈ പറയുന്ന രവിചന്ദ്ര അശ്വിന്റെ കേസ്. ഇത്രയും പ്രായമായാലും ഇനിയും റിട്ടയർഡ് ആകാൻ സമയമായില്ല. ഇനി ഇവനൊക്കെ ഈ കളിയെ കാണുമ്പോൾ ഇവന് ഒണ്ടയിലൊക്കെ വേണമെന്ന് തോന്നിപ്പോകും. കാരണം ഒരു ഓൾറൗണ്ട് കൂടെയാണ്, മനസ്സിലായില്ലേ. ഇനി എന്തായാലും ബൗളിംഗും ചെയ്യും. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം ഇന്ത്യക്കുള്ളതാണ്. ഈ ടെസ്റ്റിന്റെ ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.